അധ്യായം 93 അൽ-ളുഹ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 11. നാമം. പ്രഥമ പദമായ അൽ-ളുഹ ഈ സൂറയുടെ നാമമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അവതരണകാലം. ഈ സൂറ പ്രവാചകന്റെ മക്ക ജീവിതത്തിന്റെ ആദ്യകാലത്ത് അവതരിച്ചതാണെന്ന് ഇതിന്റെ ഉള്ളടക്കം വ്യക്തമാക്കുന്നുണ്ട്. നിവേദനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതാണ്: ആദ്യഘട്ടത്തിൽ ഇടയ്ക്ക് കുറച്ചുനാൾ ദിവ്യബോധനം നിലച്ചു പോവുകയുണ്ടായി. അതിൽ തിരുമേനി വളരെ അസ്വസ്ഥനായിരുന്നു. തന്നിൽ നിന്ന് വല്ല തെറ്റും സംഭവിച്ചതിന്റെ പേരിൽ അള്ളാഹു തന്നെ കൈവെടിഞ്ഞിരിക്കുകയാണോ എന്ന് അവിടുന്ന് സദാ ആശങ്കിച്ചു. ഇതേക്കുറിച്ച് അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയാണ്: ദിവ്യബോധന പരമ്പര നിർത്തിവെച്ചത് ഏതെങ്കിലും നീരസത്തിന്റെ പേരിലല്ല. വെളിപാടിന്റെ തീക്ഷ്ണ രശ്മികൾ നിരന്തരം പതിച്ചുകൊണ്ടിരുന്നാൽ അത് താങ്ങാനാവാതെ താങ്കളുടെ പേശികൾ തളർന്നു പോകും. അതുകൊണ്ട് താങ്കൾക്ക് വിശ്രമം ലഭിക്കുന്നതിനു വേണ്ടി ഇടയ്ക്ക് വിരാമം നൽകിയിരിക്കുകയാണ്. പ്രവാചകത്വലബ്ധിയുടെ ആദ്യ നാളുകളിലായിരുന്നു ഈ അവസ്ഥയുണ്ടായിരുന്നത്. അന്ന് നബി തിരുമേനി ദിവ്യബോധന സ്വീകരണത്തിന്റെ കടുത്ത ഭാരം സഹിച്ച് ശീലിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇടയ്ക്കിടെ ഇടവേളകൾ നൽകേണ്ടത് ആവശ്യമായിരുന്നു. സൂറ അൽ മുദ്ദസ്സിറിന്റെ മുഖവുരയിൽ നാം അത് വിശദീകരിച്ചിട്ടുണ്ട്. വഹിയിന്റെ അവതരണം തിരുമേനിയുടെ നാഡിഞരമ്പുകളിൽ എന്തുമാത്രം കടുത്ത ആഘാതമാണ് ഏൽപ്പിച്ചിരുന്നതെന്ന് സൂറ അൽ മുസമ്മിൽ 5-ാം സൂക്തത്തിന്റെ വിശദീകരണത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. പിൽക്കാലത്ത് വഹി അവതരണത്തിന്റെ ഭാരം തിരുമേനിക്ക് സഹ്യമായി തീർന്നപ്പോൾ നീണ്ട ഇടവേളകൾ നൽകേണ്ട ആവശ്യമില്ലാതാവുകയായിരുന്നു. ഉള്ളടക്കം. സൂറയിൽ അള്ളാഹു നബി തിരുമേനിയെ സമാശ്വസിപ്പിക്കുകയാണ്. ദിവ്യബോധനം നിന്നുപോയതിൽ തിരുമേനിക്കുണ്ടായ ഉത്കണ്ഠ ദൂരീകരിക്കുകയാണ് അതിന്റെ ലക്ഷ്യം. ആദ്യമായി പകൽ വെളിച്ചത്തെയും രാത്രിയുടെ പ്രശാന്തിയെയും സാക്ഷിയായി സത്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നു. താങ്കളുടെ നാഥൻ താങ്കളെ ഒരിക്കലും കൈവിട്ടിട്ടില്ല, വെറുത്തിട്ടുമില്ല. അനന്തരം ഇപ്രകാരം ശുഭവാർത്ത നൽകുന്നു: ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആദ്യ ദശയിൽ താങ്കൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന കടുത്ത പ്രയാസങ്ങളൊക്കെ കുറച്ചു നാളത്തെ കാര്യമാണ്. നാൾക്കുനാൾ താങ്കളുടെ സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും. താങ്കൾ സന്തുഷ്ടനാകും വണ്ണം അള്ളാഹു താങ്കളിൽ അവന്റെ അനുഗ്രഹവും ഔദാര്യവും വർഷിക്കാൻ അധികകാലം കഴിയേണ്ടി വരില്ല. പിൽക്കാലത്ത് അക്ഷരം പ്രതി പുലർന്നിട്ടുള്ള സുവ്യക്തമായ ഖുർആനിക പ്രവചനങ്ങളിലൊന്നാണിത്. എന്നാൽ ഈ പ്രവചനം നടത്തുന്ന കാലത്ത് ജാഹിലിയ സമൂഹത്തോട് മുഴുവൻ മല്ലടിക്കുന്ന മക്കയിലെ നിസ്സഹായനും നിരാലംബനുമായ ആ മനുഷ്യന് ഇത്രമാത്രം അത്ഭുതകരമായ വിജയങ്ങൾ ഉണ്ടാകുമെന്നതിന്റെ വിദൂര ലക്ഷണങ്ങൾ പോലും ദൃശ്യമായിരുന്നില്ല. അനന്തരം അള്ളാഹു തന്റെ ദാസനായ തിരുമേനിയോട് അരുളുന്നു: നാം നിന്നിൽ അപ്രീതനായെന്നും നിന്നെ കൈവെടിഞ്ഞുവെന്നും നീ ഉത്കണ്ഠാകുലനാവാൻ ഇടയായതെങ്ങനെ? നിന്റെ ജനനം മുതൽ നിന്നിൽ കരുണ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണല്ലോ നാം. നീ അനാഥനായി പിറന്നു. നിന്നെ വളർത്താനും സംരക്ഷിക്കാനും മെച്ചപ്പെട്ട ഏർപ്പാടുകൾ നാം ചെയ്തു. നീ വഴിയറിയാത്തവനായിരുന്നു, നാം നിനക്ക് വഴി കാണിച്ചു തന്നു. നീ നിരാലംബനായിരുന്നു, നാം നിന്നെ ധന്യനാക്കി. നീ ജനനം മുതലേ നമ്മുടെ ദാക്ഷിണ്യ ദൃഷ്ടിയിലുണ്ടെന്നും നമ്മുടെ അനുഗ്രഹവും പരിഗണനയും നിന്റെ അവസ്ഥകളെയെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ടെന്നും ഈ വസ്തുതകൾ സ്പഷ്ടമായി തെളിയിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ സൂറ ത്വാഹയിലെ 37 മുതൽ 42 വരെ സൂക്തങ്ങൾ കൂടി അനുസ്മരണീയമാകുന്നു. അതിൽ അള്ളാഹു മൂസാ നബിയെ അതിനിഷ്ഠൂരനായ ഫിർഔന്റെ അടുത്തേക്ക് നിയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആശങ്കയകറ്റുന്നതിനു വേണ്ടി പറയുന്നു: നിന്റെ ജനനം മുതൽ നമ്മുടെ ദാക്ഷിണ്യം നിന്റെ എല്ലാ അവസ്ഥകളെയും ഉൾക്കൊണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നീ സമാധാനിക്കുക. ഈ ഭയങ്കരമായ ദൗത്യത്തിൽ നീ തനിച്ചായിരിക്കുകയില്ല. നമ്മുടെ അനുഗ്രഹം നിന്നോടൊപ്പമുണ്ടായിരിക്കും. അവസാനം അള്ളാഹു ചൊരിഞ്ഞ നന്മകൾക്ക് മറുപടിയായി പ്രവാചകൻ ദേവദാസന്മാരോട് വർത്തിക്കേണ്ടതെങ്ങനെയാണെന്നും അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടതെങ്ങനെയാണെന്നും നബി തിരുമേനിയെ പഠിപ്പിച്ചിരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമദയാലുവും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. പകൽ വെളിച്ചമാണ് സത്യം. ഇവിടെ ലുഹ എന്ന പദം രാത്രിയുടെ വിപരീതമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ അർത്ഥം പകൽ വെളിച്ചം എന്നാകുന്നു. സൂറ അൽ ആറാഫിലെ 97, 98 സൂക്തങ്ങൾ ഇതിന് ഉദാഹരണമാണ്. മന്ദം മന്ദം ഇരുണ്ടുവരുന്ന രാവാണ് സത്യം. ആയത്തിൽ രാത്രിയോട് ചേർത്ത് സജ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇരുട്ടു പരക്കുക എന്നതോടൊപ്പം അടക്കവും ശാന്തിയും ഉണ്ടാവുക എന്ന ആശയവും കൂടി അത് ഉൾക്കൊള്ളുന്നുണ്ട്.
രാത്രിയുടെ ഈ വിശേഷണത്തിന് തുടർന്ന് പറയുന്ന വിഷയവുമായി ആഴത്തിലുള്ള ബന്ധമുണ്ട്. ما ودعك ربك وما قلى പ്രവാചകരെ, നിന്റെ നാഥൻ ഒരിക്കലും നിന്നെ കൈവെടിഞ്ഞിട്ടില്ല, നിന്നോട് അതൃപ്തനായിട്ടുമില്ല. കുറച്ചുനാൾ നബി തിരുമേനിക്ക് ദിവ്യബോധനം നിലച്ചിരുന്നതായി നിവേദനങ്ങളിൽ നിന്നറിവാകുന്നു. പല നിവേദനങ്ങളിലും ഈ കാലം പലതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇബ്നു ജുറൈജ് 12 ദിവസമെന്നും കൽബി 15 ദിവസമെന്നും ഇബ്നു അബ്ബാസ് 25 ദിവസമെന്നും സുദ്ദിയും മുഖാത്തിലും 40 ദിവസമെന്നും പറയുന്നു. ഏതായാലും പ്രവാചകൻ വളരെ അസ്വസ്ഥനാകാനും വിരോധികൾ അദ്ദേഹത്തെ ആക്ഷേപിച്ചു തുടങ്ങാനും മാത്രം ദീർഘിച്ചതായിരുന്നു ആ കാലമെന്ന് അനുമാനിക്കാവുന്നതാണ്. പുതുതായി അവതരിക്കുന്ന സൂറ ജനങ്ങളെ കേൾപ്പിച്ചു വരികയായിരുന്നുവല്ലോ പ്രവാചകന്റെ സമ്പ്രദായം. അതുകൊണ്ട് അത്ര ചെറുതല്ലാത്ത ഒരു കാലയളവിൽ തിരുമേനി പുതിയ സൂറയൊന്നും കേൾപ്പിക്കാതിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഈ വചനങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്ന ഉറവിടം അടഞ്ഞുപോയതായി പ്രതിയോഗികൾ വിചാരിച്ചു. ഈ സാഹചര്യത്തിൽ തിരുമേനിയെ സമാശ്വസിപ്പിക്കാൻ അവതരിച്ചതാണ് ഈ സൂറ. ഇതിൽ പകൽ വെളിച്ചത്തെയും രാവിന്റെ ശാന്തതയെയും പിടിച്ചാണയിട്ടുകൊണ്ട് തിരുമേനിയോട് അരുളുന്നു: താങ്കളുടെ നാഥൻ താങ്കളെ കൈവിട്ടിട്ടില്ല, താങ്കളിൽ അതൃപ്തനായിട്ടുമില്ല. ഇത് പറയാൻ പ്രസ്തുത 2 പ്രതിഭാസങ്ങളെ പിടിച്ചാണയിട്ടതിന്റെ ഔചിത്യമിതാണ്. പകൽ വെളിച്ചമുണ്ടാകുന്നതും രാത്രി ഇരുട്ടു പരക്കുന്നതും പകൽ സമയത്ത് അള്ളാഹു മനുഷ്യരോട് സന്തുഷ്ടനാകുന്നതുകൊണ്ടും രാത്രി അവൻ അവരോട് നീരസമുണ്ടാകുന്നതുകൊണ്ടുമല്ല, മറിച്ച് മഹത്തായ ജ്ഞാനത്തിനും താൽപര്യത്തിനും വിധേയമായിട്ടാണ് ഈ 2 പ്രതിഭാസങ്ങളും ഉണ്ടാകുന്നത്. അതേപ്രകാരം ദിവ്യബോധനം ചിലപ്പോൾ അവതരിപ്പിക്കുന്നതും ചിലപ്പോൾ അവതരിപ്പിക്കാതിരിക്കുന്നതും ജ്ഞാനത്തെയും ഉത്തമ താൽപര്യത്തെയും ആസ്പദിച്ചാകുന്നു. അല്ലാതെ അള്ളാഹു താങ്കളോട് സംപ്രീതനാകുമ്പോൾ ദിവ്യബോധനം അയക്കുകയാണ് എന്ന് കരുതുന്നത് ശരിയല്ല. ദിവ്യബോധനം അയക്കാത്തപ്പോൾ അവൻ താങ്കളോട് അപ്രീതനായെന്നോ താങ്കളെ കൈവിട്ടുവെന്നോ ഉത്കണ്ഠപ്പെടേണ്ടതുമില്ല. വെയിൽ നിരന്തരം ഏറ്റുകൊണ്ടിരുന്നാൽ മനുഷ്യൻ തളർന്നുപോകും. ഒരു നിശ്ചിത സമയം പകലുണ്ടായാൽ പിന്നെ രാത്രി ഉണ്ടാകേണ്ടത് അനിവാര്യമാകുന്നു. എങ്കിലേ മനുഷ്യന് ആശ്വാസം കിട്ടൂ. അതേപ്രകാരം തുടർച്ചയായി ദിവ്യബോധനം അവതരിച്ചുകൊണ്ടിരുന്നാൽ താങ്കൾക്കത് ദുർവഹമായി തീരും. വഹിയിൽ അള്ളാഹു ഇടയ്ക്കിടെ ഇടവേളകൾ ഏർപ്പെടുത്തിയിട്ടുള്ളതും പരിഗണനീയമായ നന്മയെ ആധാരമാക്കിയാകുന്നു. ദിവ്യബോധനത്തിന്റെ അവതരണം താങ്കളിലുണ്ടാക്കിയ ആഘാതങ്ങൾ മാഞ്ഞു പോകുന്നതിനും താങ്കൾക്ക് വിശ്രമം ലഭിക്കുന്നതിനും വേണ്ടിയാണിത്. ദിവ്യബോധനം പകൽ വെളിച്ചത്തിന്റെ സ്ഥാനത്താണ്, ഇടവേളകൾ പ്രശാന്തമായ രാവിന്റെ സ്ഥാനത്തും. وَلَلْآخِرَةُ خَيْرٌ لَكَ مِنَ الْأُولَى പോയ കാലത്തേക്കാൾ നിനക്ക് ഗുണകരം വരും കാലം തന്നെയാകുന്നു. തിരുമേനിയോടൊപ്പം ഒരു പിടി ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. സമൂഹം മുഴുവൻ അവർക്കെതിരായിരുന്നു. പ്രത്യക്ഷത്തിൽ വിജയത്തിന്റെ വിദൂര ലക്ഷണങ്ങൾ പോലും ദൃശ്യമായിരുന്നില്ല. മക്കയിൽ തന്നെ ഇസ്ലാമിന്റെ നാളം ഉലഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കെടുത്താൻ നാലുപാടുനിന്നും കൊടുങ്കാറ്റുകൾ ഉയർന്നുകൊണ്ടുമിരുന്നു. ഈ സന്ദർഭത്തിലാണ് അള്ളാഹു അവന്റെ ദൂതനോട് അരുളുന്നത്: പ്രഥമഘട്ടത്തിലെ ക്ലേശങ്ങളിൽ താങ്കളൊട്ടും പരിഭ്രമിക്കരുത്. ഓരോ പിൻദശയും മുൻദശയെ അപേക്ഷിച്ച് താങ്കൾക്ക് ഗുണകരമാണെന്ന് തെളിയും. താങ്കളുടെ ശക്തിയും ഗാംഭീര്യവും യശസ്സും സ്ഥാനവുമെല്ലാം അനുദിനം വളർന്നുകൊണ്ടേയിരിക്കും. താങ്കളുടെ സ്വാധീനം വർദ്ധിച്ചുവരും. ഈ വാഗ്ദാനം ഭൗതിക ലോകത്തേക്ക് മാത്രമുള്ളതല്ല. ഭൗതിക ലോകത്ത് താങ്കൾക്ക് ലഭിക്കാനിരിക്കുന്ന സ്ഥാനമാനങ്ങളെക്കാൾ എത്രയോ ഉയർന്ന സ്ഥാനമാനങ്ങളാണ് പരലോകത്ത് ലഭിക്കുക എന്ന വാഗ്ദാനവും ഇത് ഉൾക്കൊള്ളുന്നുണ്ട്.